എല്ലാവർക്കും എൻ്റെ നമസ്കാരം. എക്സൽ ബേസിക്സ് എന്ന വീഡിയോ സീരീസിൻ്റെ മൂന്നാമത്തെ ഭാഗമാണ് ഈ വീഡിയോ. നേരത്തെയുള്ള ഭാഗങ്ങൾ കണ്ടതിന് ശേഷം ഇത് കാണുകയാണെങ്കിൽ എളുപ്പം കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാവുന്നതാണ്. നേരെ വീഡിയോയിലേക്ക് പോകാം. ഇവിടെ നേരത്തെ പറഞ്ഞതിൻ്റെ തുടർച്ചയാണ് ഇപ്പോഴും ഞാൻ പറയുന്നത്. ഇവിടെ നമ്മൾക്ക് മെനു ബാർ എന്ന ഒരു കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു, റിബൺ പറഞ്ഞു. ഈ റിബണുകളിലും മെനു ബാറും നമ്മൾക്ക് എത്രയും എളുപ്പത്തിൽ വർക്കുകൾ ചെയ്ത് തീർക്കുക എന്നുള്ളതിൻ്റെ ഉദ്ദേശത്തിലാണ് മെനു സ്റ്റാക്ക് ചെയ്ത് വച്ചിട്ടുള്ളത്. ഇവിടെ മെനു സെലക്ട് ചെയ്യുമ്പോൾ ഈ വേർഷനിൽ നോക്കിയാൽ കാണാം, മെനു സെലക്ട് ചെയ്തതായിട്ട് അറിയുന്നത് ആ മെനു എഴുതിയിരിക്കുന്ന വേർഡ് ഗ്രീൻ കളറാവുകയാണ്. എന്നാൽ ചില വേർഷനുകളിൽ ഈ വേർഡുകളെ മെനു എഴുതിയിരിക്കുന്ന വേർഡുകളെ അണ്ടർലൈൻ ചെയ്ത രീതിയിലും കാണാറുണ്ട്. ഇവിടെ ഈ ഓപ്ഷൻസ് എന്ന് പറഞ്ഞാൽ ഇതിൽ നിന്നെടുക്കുന്ന ഓരോന്നിനും ഓരോ ഉപയോഗത്തിനുള്ള മെനു ആണ് ഇൻസേർട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് നിങ്ങൾക്കറിയാമല്ലോ. ഇവിടെ ഇപ്പോൾ നമുക്ക് ഈ ഒരു സ്പ്രെഡ്ഷീറ്റിൻ്റെ വർക്ക് സ്പേസിൽ കുറേ ഗ്രിഡ് ലൈൻസ് കാണാം. നമ്മൾക്ക് ഈ ഗ്രിഡ് ലൈൻസ് ഓഫും ഓണും ചെയ്യാം. അത് ഒരു ഓപ്ഷനായിട്ട് തന്നെയാണ് കണക്കൂട്ടുന്നത്. അതിന് നമ്മൾ ചെയ്യേണ്ടത് ഈ വ്യൂ എന്ന മെനു എടുത്തതിന് ശേഷം ഇവിടെ ഗ്രിഡ് ലൈൻസ് എന്ന് കാണാം. അവിടെ ഒരു ടിക്ക് മാർക്കുണ്ട്. ആ ചെക്ക് മാർക്ക് നമ്മൾ ഡിസേബിൾ ചെയ്ത് വയ്ക്കുക. അപ്പോൾ കാണാം ഈ സ്ക്രീനിലെ അല്ലെങ്കിൽ ഈ സ്പ്രെഡ്ഷീറ്റിലെ ഗ്രിഡ് ലൈൻസ് എല്ലാം അപ്രത്യക്ഷമായിരിക്കുകയാണ്. ഇത് എന്തിനാണ് ഉപയോഗിക്കുന്നത് കൂടുതലും എന്ന് പറഞ്ഞാൽ റിപ്പോർട്ട് ക്രിയേറ്റ് ചെയ്യുക, ഡാഷ്ബോർഡ് ക്രിയേറ്റ് ചെയ്യുക, ഇങ്ങനത്തെ ആവശ്യങ്ങൾക്കൊക്കെ ഇത് വളരെ ഉപകാരപ്രദമായിരിക്കും. എന്നാൽ വീണ്ടും ചെക്ക് മാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഗ്രിഡ് ലൈൻ അവൈലബിലിറ്റി കിട്ടുന്നതാണ്. ഇവിടെ ചില മെനുവിന് അഡീഷണൽ മെനു അറ്റാച്ച് ചെയ്തതായിട്ട് കാണാം. അതെങ്ങനെയാണ്? ഈ മെനു എടുക്കുമ്പോൾ അതിൻ്റെ കോർണറിലായിട്ട് ഒരു ടിൽറ്റഡ് ആരോ കാണാം. ഈ ടിൽറ്റഡ് ആരോ എന്താണെന്നാൽ ഒരു അഡീഷണൽ മെനു സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലായിരിക്കും. നമ്മൾക്കിപ്പോൾ ഈ ഒരു ഇതിൻ്റെ പേജ് സെറ്റപ്പിൽ നമ്മൾ ഈ എടുത്തു കഴിഞ്ഞാൽ നോക്കുക, ഇവിടെ കുറച്ചുകൂടി അഡീഷണൽസ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇത് ഇവിടെ കാണുന്നതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റും ഇതിലുണ്ടായിരിക്കുന്നതാണ്. മാർജിൻ എന്നൊക്കെ പറയുന്നത് ഇതിവിടെ നമുക്ക് എടുക്കാം. പക്ഷേ കുറച്ച് അഡീഷണൽ കാര്യങ്ങളൂടി നമ്മൾക്കിങ്ങനെ അഡീഷണൽ മെനു കൊടുക്കുന്നതിൽ നിന്ന് ചെയ്തെടുക്കാൻ പറ്റും. ഇനി നമ്മൾക്ക് ഈ വർക്ക് സ്പേസ്, അതായത് ഈ ഒരു വർക്ക് സ്പേസ് വർക്ക് സ്പേസിന് സ്ഥലം കുറച്ചുകൂടി കൂടുതൽ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇവിടെ റൈറ്റ് കോർണറിലായിട്ട് ഇവിടെ ഒരു ആരോ കാണാം. കണ്ടല്ലോ? ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഈ റിബൺ കൊളാപ്സ് ആയിട്ട് വരും. അതായത് ആ റിബൺ ചുരുങ്ങും. അപ്പം നമുക്ക് ഇവിടെയുള്ള ഈ വർക്ക് സ്പേസ് കൂടുതലായിട്ട് ചെയ്യാൻ പറ്റും. വലിയ ഡാറ്റയൊക്കെ ആകുന്ന സമയത്ത് നമ്മൾക്ക് വർക്ക് സ്പേസ് ഒരുപാട് അനലൈസ് ഒക്കെ ചെയ്യാൻ നമുക്ക് സൗകര്യം തരും. ഇവിടെ നമ്മളിപ്പോൾ ഈ ഒരു മെനുവിൽ പ്രസ് ചെയ്യുമ്പോൾ റിബൺ വീണ്ടും വലുതാവുകയും വേറെ എവിടെയെങ്കിലും പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ അത് ചുരുങ്ങുകയും ചെയ്യും. ഇത് നമ്മൾക്ക് ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ കൺട്രോൾ F1 എന്ന ഷോർട്ട് കട്ട് കീ ഉപയോഗിച്ചാൽ മതി. ഇനി നമ്മൾക്ക് ഈ ഫയൽ ടാബ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാര്യങ്ങൾ നോക്കാം. ഈ ഫയൽ ടാബ് ഓപ്പൺ ചെയ്യുമ്പോൾ ഈ ഒരു ഇൻ്റർഫേസിലേക്കാണ് നമ്മൾ എത്തുക. ഇവിടെ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഡിഫോൾട്ടായിട്ട് ഇൻഫോ എന്ന ഈ ഒരു ഇൻ്റർഫേസ് ഓപ്പൺ ആയിട്ട് വരും. ഈ ഇൻ്റർഫേസിൽ നമ്മൾക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുള്ളതുണ്ട്. പ്രൊട്ടക്റ്റ് വർക്ക്, ഇൻസ്പെക്ട് വർക്ക് ബുക്ക്, വേർഷൻസ്, ബ്രൗസർ വ്യൂ ഓപ്ഷൻസ്, ഇങ്ങനെയുള്ള ഷീറ്റ് സംബന്ധിച്ച കുറേ അധികം കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. പിന്നെ കൂടാതെ ഈ ഷീറ്റിൻ്റെ നമ്മൾ ഓപ്പൺ ചെയ്ത് വെച്ച ഷീറ്റിൻ്റെ പ്രോപ്പർട്ടീസ്, നമ്മൾ മോഡിഫൈ ചെയ്യുന്ന ഡേറ്റുകൾ, കാര്യങ്ങൾ, പിന്നെ റിലേറ്റഡ് പീപ്പിൾ എന്ന് പറഞ്ഞിട്ട് ഓതേഴ്സിൻ്റെ കാര്യങ്ങൾ, ഇങ്ങനെയുള്ളത് ഇവിടെ കാണിക്കും. അടുത്തതായിട്ട് ന്യൂ എന്ന് പറഞ്ഞാൽ നമുക്ക് ന്യൂ ഷീറ്റ് ഓപ്പൺ ചെയ്യാം. ഇവിടെ നമ്മൾ ബ്ലാങ്ക് വർക്ക്ഷോപ്പ് ഷീറ്റ് എടുത്തു കഴിഞ്ഞാൽ അടുത്തൊരു പുതിയ എക്സൽ ഓപ്പൺ ആവും. പിന്നെ ഓപ്പൺ എന്ന് പറഞ്ഞാൽ റീസെൻ്റ്ലി നമ്മൾ ഓപ്പൺ ചെയ്യുന്ന ഈ ബുക്കുകളൊക്കെ നമ്മൾ നേരത്തെ എക്സലിൽ സേവ് ചെയ്ത് വെച്ചതാണ്. അതിൻ്റെ ഡീറ്റെയിൽ എടുക്കാൻ നമുക്ക് ഇവിടെ തന്നെ അത് ഓപ്പൺ ചെയ്യാം, സേവ് ചെയ്യാം. ഈ ഒരു ബാക്ക് സ്റ്റേജ് വ്യൂവിൽ വെച്ചിട്ട് നമുക്ക് സേവ് ചെയ്യാം. സേവ് ആസ് ഒരു വർക്ക് ബുക്ക് തന്നെ വേറൊരു നെയിമിലേക്ക് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ സേവ് ആസ് ചെയ്ത് കൊടുക്കാം. നമുക്കതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് എടുക്കാം. പ്രിൻ്റ് എടുക്കാം. ഇവിടുന്ന് നമുക്ക് ഈ വർക്ക് ബുക്ക് ഷെയർ ചെയ്യാം, എക്സ്പോർട്ട് ചെയ്യാം.
എക്സ്പോർട്ട് ചെയ്യുന്നതാണെങ്കിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ PDF-ലേക്കായിട്ട് മറ്റ് ഫോർമാറ്റുകളിലേക്ക് XLS എന്നിങ്ങനെ പറഞ്ഞിട്ടുള്ള XPS തുടങ്ങിയ ഫോർമാറ്റുകളിലേക്ക് എക്സ്പോർട്ട് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇവിടെ വെച്ച് ക്ലോസ് ചെയ്യാം. നമ്മൾ അക്കൗണ്ട് ചെക്ക് ചെയ്യാം, ഏതാണ് അക്കൗണ്ട് നമ്മൾ ചെയ്യുന്നത്. പിന്നെ ഈ ഓപ്ഷൻസിൽ പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ സെറ്റിങ്സ് കാര്യങ്ങൾ ഇതൊക്കെ കുറച്ചുകൂടി നമ്മൾ ലേറ്റർലി നമ്മൾ ഒന്ന് വിപുലമായിട്ട് ക്ലാസ് എടുക്കുന്നതാണ്. അപ്പോൾ ഈ ബാക്ക് സ്റ്റേജ് വ്യൂവിൽ നിന്ന് ആഡിൻസുകൾ നമ്മൾക്ക് ആഡിൻസ് ആഡ് ചെയ്യാൻ പറ്റും. ഇതൊക്കെയാണ് ഈ ബാക്ക് സ്റ്റേജ് വ്യൂവിൽ കാര്യമായിട്ട് പറയുന്നുള്ളത്. ഇനി ഈ ബാക്ക് സ്റ്റേജ് വ്യൂ ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് വേറെ കാണുന്ന ഈ ആരോ ക്ലിക്ക് ചെയ്താൽ നേരത്തെ ഉള്ള അതേ ഷീറ്റിലേക്ക് തന്നെ നമ്മൾ തിരിച്ചെത്തും. അടുത്തതായി നമ്മൾ കുറച്ച് ഡാറ്റ ഇൻപുട്ട് ചെയ്യുന്നതും അതിൽ കുറച്ച് ഷോർട്ട് കട്ട് കീസ് എങ്ങനെ ഉപയോഗിക്കുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് പ്രതിപാദിക്കുന്നത്. ഇവിടെ നമ്മൾ കുറച്ച് ഡിപ്പാർട്ട്മെൻറ്റുകളുടെ അറ്റൻഡൻസ് എങ്ങനെ രേഖപ്പെടുത്തുന്നു എന്നുള്ള കാര്യങ്ങൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ ഞാൻ ഹെഡിങ് ഇടുന്നു, അറ്റൻഡൻസ് ബൈ ഡിപ്പാർട്ട്മെൻറ്റ്. ഈ അറ്റൻഡൻസ് ബൈ ഡിപ്പാർട്ട്മെൻറ്റിൽ നമ്മൾക്കിപ്പോൾ ഇവിടെ കുറച്ച് മാസങ്ങൾ, അതായത് ജനുവരി മുതൽ ഒരു ജൂൺ വരെയുള്ളതാണെന്ന് വയ്ക്കുക. അപ്പോൾ നമ്മൾക്ക് ജനുവരി, ഫെബ്രുവരി എങ്ങനെ ഈ രീതിയിൽ നമ്മൾക്ക് മാസങ്ങളെ ആഡ് ചെയ്യാമെങ്കിലും എക്സലിന് ഡിഫോൾട്ടായിട്ട് മറ്റൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ഈ ജനുവരി എന്ന ഈ കള്ളിയുടെ നമ്മളുടെ ഈ സെലക്ഷൻ ചെയ്തതിന് ശേഷം നമ്മൾ ഡ്രാഗ് ചെയ്തു പോയാൽ നിങ്ങൾക്ക് ആ മാസങ്ങളെ ഡ്രാഗ് ചെയ്തു വരുമ്പോൾ ആ മാസങ്ങൾ ഫിൽ ആൻഡിൽ ചെയ്തു വരുന്നതായിട്ട് കാണാം. കണ്ടല്ലോ, നമ്മളിപ്പോൾ ജനുവരി എന്ന മാസത്തെ നമ്മൾ ഇങ്ങനെ ഫിൽ ആൻഡിൽ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് മൗസിൻ്റെ ലെഫ്റ്റ് ക്ലിക്ക് ഒഴിവാക്കുന്നു, അതുവരെ മാസങ്ങൾ വന്നുകൊണ്ടിരിക്കുകയും ചെയ്യും. നമ്മളിപ്പോൾ സെപ്റ്റംബർ കഴിഞ്ഞു, ഡിസംബർ കഴിഞ്ഞു, വീണ്ടും നമ്മൾ ഡ്രാഗ് ചെയ്താൽ അത് അടുത്ത ജനുവരി എന്ന രീതിയിൽ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കും. ഓക്കെ, ഇനി ഞാനിവിടെ കുറച്ച് ഡിപ്പാർട്ട്മെൻറ്റുകളുടെ പേരിടുകയാണ്. മാർക്കറ്റിംഗ്. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മൾ എൻ്റർ അടിച്ചാൽ, നേരത്തെ പറഞ്ഞതാണ്, എൻ്റർ നമ്മൾ പ്രസ് ചെയ്താൽ നേരെ തൊട്ടു താഴെയുള്ള സെല്ല് സെലക്ട് ചെയ്യും. അതുപോലെ ടാബ് കീ പ്രസ് ചെയ്താൽ നേരെ റൈറ്റിലുള്ള സെല്ലാണ് സെലക്ട് ചെയ്യുക. ഞാനിവിടെ മാർക്കറ്റിംഗ്, അത് കഴിഞ്ഞ് എൻ്റർ കൊടുക്കുന്നു, എൻജിനീയറിംഗ്, ഫിനാൻസ്. ഇപ്പോൾ നമ്മളിവിടെ എഴുതിയിരിക്കുന്ന ഈ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ ഒരു വേർഡ് നമ്മൾ എഴുതിയിരിക്കുന്ന ഒരു വേർഡ് വീണ്ടും നമ്മൾക്ക് എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ F2 പ്രസ് ചെയ്താൽ ആ ആദ്യമുണ്ടായിരുന്ന വാക്കിൻ്റെ ഏറ്റവും അവസാനത്ത് കഴ്സർ വന്ന് നിൽക്കുന്നതായി കാണാം. നമ്മൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ വീണ്ടും വാക്കുകൾ എഡിറ്റ് ചെയ്ത് ചേർക്കാവുന്നതാണ്. ഓക്കെ, ഇവിടെ നമ്മൾ ഈ മാർക്കറ്റിങ്ങിൽ ജനുവരി മാസത്തിൽ എത്ര പേരുണ്ട് എന്നുള്ളത് 20 എന്ന് ഞാൻ എഴുതുന്നു, ഫെബ്രുവരി 70. ഇനിയിപ്പോൾ നമ്മൾക്ക് ഈ എല്ലാ മാസങ്ങളിലും 20 അറ്റൻഡൻസ് ആണ് ഉള്ളതെങ്കിൽ നമ്മൾക്ക് ഇത് ഫിൽ ആൻഡിൽ ചെയ്യാം, ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് വയ്ക്കാം. ഓക്കെ, ഇതല്ലാതെ, ഇതിപ്പോൾ ഞാൻ ഡിലീറ്റ് ചെയ്യുന്നു, ഇതല്ലാതെ നമ്മൾ ആദ്യം ഇങ്ങനെ സെലക്ട് ചെയ്ത് വെച്ചിട്ട് Ctrl+R എന്ന് പ്രസ് ചെയ്താൽ എല്ലാ കോളത്തിലേക്കും അത് ഫില്ലായിട്ട് വരും. ഇവിടെ ഈ ലാസ്റ്റ് കോളത്തിൽ ഇങ്ങനെ ലാസ്റ്റ് സെലക്ഷനായി കിടക്കുമ്പോൾ നിങ്ങൾ എൻ്റർ ചെയ്താൽ നേരെ തൊട്ട് താഴെയുള്ള കോളമാണ് സെലക്ട് ചെയ്യുക. നമ്മൾക്ക് മറ്റൊരു കാര്യം കൂടി നോക്കാം. അതായത് നമ്മൾക്ക് ഈ ഒരു ഡാറ്റാബേസ് നമുക്ക് ഫുള്ള് ഫില്ല് ചെയ്യാനുള്ളതാണ്. അപ്പോൾ നമ്മൾ ആദ്യം ഈ ഫില്ല് ചെയ്യേണ്ട ഭാഗം നമ്മൾ സെലക്ട് ചെയ്ത് വയ്ക്കുക. എന്നിട്ട് ടാബ് കീ പ്രസ് ചെയ്യുക. ടാബ് കീ പ്രസ് ചെയ്ത് പോയാൽ ഇങ്ങനെയുള്ളൊരു ഓർഡറിൽ നമുക്ക് സെലക്ട് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, അതായത് ഇനി ഇവിടെ 15, ടാബ് കീ 20. ഓക്കെ, ഈ രീതിയിൽ നമുക്ക് ഡാറ്റ എൻ്റർ ചെയ്യാൻ പറ്റും. ഈ ഒരു സെലക്ഷൻ സാധാരണഗതിയിൽ നമുക്ക് ഒഴിവാക്കാൻ ഒന്നുകിൽ ഏതെങ്കിലും ഒരു ആരോ കീ പ്രസ് ചെയ്യുക, അതല്ലെങ്കിൽ ഈ സെലക്ഷന് പുറത്തെവിടെയെങ്കിലും ക്ലിക്ക് ചെയ്താലും മതി. ഇനി നമ്മൾക്ക് ഈ ഒരു ഡാറ്റയുടെ ബേസിക് ആയിട്ടുള്ള കുറച്ച് ഫോർമാറ്റിംഗ് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഇത് ഇപ്പോൾ നമ്മളുടെ ഹെഡിങ് ആണല്ലോ. ഈ ഹെഡിങ് ഇങ്ങനെ ഇരിക്കുന്നതിൽ ഒരു ഭംഗിയും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾക്ക് ആദ്യം ഈ ഹെഡിങ്ങിനെ നമ്മളുടെ എത്ര കോളമുണ്ടോ അത്ര കോളത്തിനെ സെലക്ട് ചെയ്തിട്ട് ഇതിൻ്റെ സെൻറ്ററിലാക്കി മെർജ് ചെയ്ത് വെക്കണം. അതിന് നിങ്ങൾ ഹോം ടാബിലുള്ള മെർജ് ആൻഡ് സെൻറ്റർ എന്ന ഈ ഒരു ബട്ടൺ ഉപയോഗിക്കും. അപ്പോൾ ഈ
അറ്റൻഡൻസ് ബൈ ഡിപ്പാർട്ട്മെൻറ്റ് എന്നുള്ളത് ഈ എല്ലാ കോളവും മെർജ് ചെയ്ത് ഒറ്റ കോളമാക്കി അതിനെ സെൻറ്റർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഈ മാസങ്ങളെ ഹെഡിങ് ഒന്ന് ബോൾഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ ഹോം ടാബിൽ തന്നെയുള്ള ബോൾഡ് എന്നത് പ്രസ് ചെയ്യാം. ഇനി ഈ സെല്ലിന് അലൈൻ സെൻറ്റർ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഈ അലൈൻമെൻറ്റ് സെക്ഷനിലെ സെൻറ്റർ സെലക്ട് ചെയ്യാം. പിന്നെ ഇവിടെയുള്ള കോളത്തിലുള്ള ഈ കോളം ഫിറ്റായിട്ട് ഇരിക്കണമെങ്കിൽ, അതായത് ഈ കോളം എക്സസ് വലുപ്പത്തിലാണ് ഇരിക്കുന്നത്, നമ്മൾക്ക് ഇത് സെലക്ട് ചെയ്ത് എല്ലാം കൂടെ ഒരുമിച്ച് ഒരു സൈസിലേക്ക് കൊണ്ടുവരാൻ ഡബിൾ ക്ലിക്ക് കൊടുക്കുക. അപ്പം കോളം കമ്പാക്റ്റായിട്ട് ഈ കണ്ടൻറ്റിനനുസരിച്ച് സെല്ലിൻ്റെ വലുപ്പം റീസൈസ് ചെയ്യുന്നതാണ്. ഇനി റീസൈസ് ചെയ്തത് ഈ ഒരു സൈസിലാണല്ലോ, പക്ഷേ നിങ്ങൾക്ക് ഇത്രയും കോളം അടുത്ത് നിൽക്കേണ്ട കുറച്ചുകൂടി വീതി വേണമെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ എല്ലാ കോളം കൂടി ഇതിൻ്റെ വിട്ട് വലുതാക്കാനായിട്ട് ഏറ്റവും ലാസ്റ്റ് കോളത്തിൽ ക്ലിക്ക് ചെയ്ത് ജസ്റ്റ് വലിച്ചു കൊടുത്താൽ, അതായത് ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക്, മൗസിൻ്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ജസ്റ്റ് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ കോളവും അതേ രീതിയിൽ എത്രയാണോ എൻഹാൻസ് ചെയ്ത് വലിച്ചു വെച്ചത് ആ രീതിയിലേക്ക് വലിപ്പം മാറുന്നതാണ്. ഇനി ഈ ഫോർമാറ്റിങ്ങിൽ തന്നെ നിങ്ങൾക്ക് കളറ് മാറ്റണം എന്നുണ്ടെങ്കിൽ ഇവിടെ പോവുക, ഫോണ്ട് കളർ എടുക്കുക, കളറ് മാറുക. ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് അണ്ടർലൈൻ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ അണ്ടർലൈൻ കാണാം, ഇവിടെ ക്ലിക്ക് ചെയ്താൽ അണ്ടർലൈൻ കിട്ടും. കൂടാതെ നിങ്ങൾക്ക് ഡബിൾ അണ്ടർലൈൻ വേണമെങ്കിൽ ഒന്നുകൂടി ക്ലിക്ക് ചെയ്യുക, അങ്ങനെ ഡബിൾ അണ്ടർലൈൻ ആക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അങ്ങനെയുള്ള ഫോർമാറ്റിങ്സ് ഒക്കെ നമ്മൾക്ക് ഇതിൽ ചെയ്യുന്നതാണ്. ഇനി കൂടുതൽ അടുത്തടുത്ത ഭാഗങ്ങളിലായിട്ട് കാണിക്കുന്നതാണ്. ഇനി നിങ്ങൾക്ക് ഈ ഒരു ഫിനാൻസ് എന്ന ഈ ഒരു ഡാറ്റ ശരിക്കും മാർക്കറ്റിങ്ങിൻ്റെ എൻജിനീയറിങ്ങിൻ്റെ ഇടയ്ക്കായിരുന്നു വേണ്ടത്, അതായത് രണ്ടാമത്തേതായിട്ട് ഫിനാൻസ് ആയിരുന്നു വേണ്ടത്. പക്ഷേ ബൈ മിസ്റ്റേക്കിൽ നമ്മൾ മൂന്നാമതായി പോയിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഇത് എങ്ങനെയൊന്ന് ഷിഫ്റ്റ് ചെയ്യാൻ നോക്കാം. ഇവിടെ ഒരു നേരത്തെ പറഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ട് ഈ മൂവ് ഹാൻഡിൽ വരുന്നത് ഏതൊക്കെ ഹാൻഡിൽസാണ് നമുക്കുള്ളത്. ഈ മൂവ് ഹാൻഡിൽ ക്ലിക്ക് ചെയ്ത് നേരെ മുന്നോട്ട് മാറ്റിക്കഴിഞ്ഞാൽ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഇവിടെ റിലീസ് ചെയ്താൽ ഒരു മെസ്സേജ് ഇവിടെ പോപ്പപ്പ് ചെയ്യും. എന്താണ്? ദർ ഈസ് ആൾറെഡി ഡാറ്റ ഹിയർ, ഡു യു വാണ്ട് ടു റീപ്ലേസ് ഇറ്റ്. ഈ രീതിയിൽ ചെയ്യുമ്പോൾ ഈ മാർക്കറ്റിംഗ് എന്ന ഡാറ്റയെ റീപ്ലേസ് ചെയ്യും ഈ ഫിനാൻസ് എന്ന ഡാറ്റ കൊണ്ട്. നമ്മൾക്ക് ആവശ്യം അതല്ല, ഇതിൻ്റെ ഇടയ്ക്ക് വരികയാണ്. അതെങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. ക്യാൻസൽ കൊടുക്കുന്നു. നമ്മൾ ഷിഫ്റ്റ് എന്ന ബട്ടൺ പ്രസ് ചെയ്തിട്ട് ഈ മൂവ് ഹാൻഡിൽ എടുത്ത് നേരെ നമുക്ക് വേണ്ട സ്ഥലത്തേക്ക് മാറ്റുന്നു. അവിടെ കാണാം ഇപ്പോൾ ഫിനാൻസ് എന്നത് മാർക്കറ്റിംഗ് കഴിഞ്ഞ് എൻജിനീയറിങ്ങിൻ്റെ ഇടയിലാണ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഡാറ്റ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ രീതിയിൽ മാറ്റിയെടുക്കാവുന്നതാണ്. ഇത് കൂടാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്ന്, നമ്മൾ ഇത് സെലക്ട് ചെയ്യുന്നു. ഈ മാർക്കറ്റിങ്ങിൻ്റെയും എൻജിനീയറിങ്ങിൻ്റെ ഇടയിൽ ഫിനാൻസ് കൊണ്ട് വയ്ക്കാനുള്ള മറ്റൊരു മാർഗം നോക്കിയാൽ നമ്മൾക്ക് ഇത് സെലക്ട് ചെയ്ത് മൗസിൻ്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കട്ട് ചെയ്യുക. അതിനുശേഷം ഇത് സെലക്ട് ചെയ്ത് ഇൻസേർട്ട് കട്ട് സെൽസ് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ഇടയിലേക്കായിട്ട് താഴെ കിടന്നിരുന്ന ഡാറ്റ പേസ്റ്റ് ആവുന്നതാണ്. ഇനി നമ്മൾ ഇവിടെ ഇപ്പോൾ ഈ ഒരു സെല്ല് ഫോർമാറ്റിങ്ങിൽ കളർ ചെയ്തു, ബോൾഡാക്കി, ഇങ്ങനെയാണ് ഈ ഡാറ്റ ഉള്ളത്. ഈ ഫോർമാറ്റിംഗ് മറ്റു സെല്ലുകളിലേക്ക് അപ്ലൈ ചെയ്യാൻ ഇവിടെ ഹോം ടാബിലെ ഫോർമാറ്റ് പെയിൻറ്റർ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് തൊട്ടടുത്ത സെല്ലുകൾ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ ആ ഫോർമാറ്റിംഗ് അതേപടി കോപ്പി ചെയ്ത് മറ്റ് സെല്ലുകളിൽ അപ്ലൈ ചെയ്യും. ഇത് ഡിഫറൻറ്റ് സെല്ലുകളിൽ ഒന്നിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഫോർമാറ്റ് പെയിൻറ്ററിൽ ഡബിൾ ക്ലിക്ക് ചെയ്താൽ നോക്കുക, ഒരു ബ്രഷിൻ്റെ ഐക്കൺ ഈ മൗസിൻ്റെ ഈ കഴ്സർ മൂവ്മെൻറ്റിൻ്റെ കൂടെ കാണാം. അത് വെച്ചിട്ട് ഏതൊക്കെയാണോ നമ്മൾക്ക് ഫോർമാറ്റ് ചേഞ്ച് ചെയ്യേണ്ടത് അവിടെയൊക്കെ ക്ലിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഫോർമാറ്റ് ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഇനി ഈ ഫോർമാറ്റിൻ്റെ ഈ ബട്ടൺ നമ്മൾക്ക് ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ എസ്കേപ്പ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഡിസേബിൾ ആവുന്നതാണ്. ഓക്കെ, ഇനി ഇത് നമുക്ക് ഈ ഒരു ഡാറ്റ സം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഹോം ബട്ടണിൽ ഏറ്റവും റൈറ്റിലായിട്ട് ഓട്ടോ സം എന്ന് പറഞ്ഞ ഒരു ഐക്കൺ കാണാം. അവിടുന്ന് സം എടുത്തു കഴിഞ്ഞാൽ സം B4 to B6 എന്ന് പറഞ്ഞ് ഓട്ടോമാറ്റിക്കലി ചെയ്ത് വെക്കുന്നുണ്ട്. അത് നമുക്ക് എൻ്റർ കൊടുത്തു കഴിഞ്ഞാൽ ആ സം ഫംഗ്ഷൻ അവിടെ അപ്ലൈ ആവുന്നതാണ്. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾക്കിങ്ങനെ സെലക്ട് ചെയ്ത് വെച്ചിട്ട് ഓൾട്ട് ഈക്വൽ ടു എന്ന
ഒരു കോമ്പിനേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഈ സം ഓട്ടോമാറ്റിക്കലി ചെയ്യാവുന്നതാണ്. ഓക്കെ, ഈ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നന്ദി.